ഓൺമാർക്ക് പോർട്ടലിലെ തകരാറ് പരിഹരിച്ചിരിക്കുകയാണ് CBSE. പോർട്ടലിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയവർക്ക് നന്ദിയെന്ന് CBSE അറിയിക്കുകയാണ്. അതേസമയം പരാതി ഉന്നയിച്ച വിദ്യാർത്ഥികളെ രാഹുൽ ഗാന്ധി നേരിട്ട് കണ്ടു. വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന വീഡിയോയും രാഹുൽ ഗാന്ധി പങ്കുവച്ചു. വിഷ്ണു വിവരങ്ങൾ പറയും. രതീഷ്, നേരത്തെ CBSEയുടെ പുതിയ മാർക്കിംഗ് സംവിധാനത്തിലെ പിഴവുകൾ നിരവധി പേർ ചൂണ്ടിക്കാട്ടിയിരുന്നു. തങ്ങൾക്ക് ലഭിച്ച തെറ്റായ ആൻസർ ഷീറ്റും അതോടൊപ്പം തന്നെ ഈ മാർക്കിംഗ് സിസ്റ്റത്തിലെ പോരായ്മകളും ചൂണ്ടിക്കാട്ടിയ വിദ്യാർത്ഥികൾക്കെതിരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇവര് രാജ്യദ്രോഹികളായും പാകിസ്ഥാൻ അനുകൂലികളായും എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയത് BJP അനുകൂല ട്വിറ്റർ എക്സ് എന്നറിയപ്പെടുന്ന ഹാൻഡിലുകളാണ്. മാത്രവുമല്ല, ഇവർക്ക് മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന് വരെ അപമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വീഴ്ച CBSE തന്നെ അംഗീകരിക്കുകയാണ്. നേരത്തെ പോർട്ടൽ ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ CBSE ഇപ്പോൾ ഹാക്കർമാർക്ക് നന്ദി അറിയിച്ചിരിക്കുന്നു. ഓൺമാർക്ക് പോർട്ടലിലെ തകരാറ് പരിഹരിച്ചു എന്നും വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ ഹാക്കർമാർക്ക് നന്ദി എന്നും എക്സിലെ പോസ്റ്റിലൂടെ CBSE പ്രതികരിച്ചു. കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനത്തിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇതിനായി ഈ മേഖലയിലെ വിദഗ്ധർ അശാന്ത പരിശ്രമം തുടരുന്നുണ്ട്. വിദഗ്ധ സംഘം ഇതിന് പിന്നാലെ തന്നെയുണ്ട് എന്ന് CBSE ഇപ്പോൾ ഒരു കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലൊരു പ്രസ്താവന CBSEയുടെ പോർട്ടലിൽ വരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ എക്സ് ഹാൻഡിൽ വരുന്നതിന് മുൻപ് തന്നെ ഈ വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുകയും ഇവർ ഉന്നയിച്ച പരാതികളെ കുറിച്ച് സംവദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു ചാറ്റിന്റെ ഒരു ഭാഗം രാഹുൽ ഗാന്ധി തന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥികൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ, അവർ നേരിടേണ്ടി വന്ന അപമാനങ്ങൾ എന്നിവ വിദ്യാർത്ഥികൾ രാഹുൽ ഗാന്ധിയോട് പങ്കുവെക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.